നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം സംരക്ഷണത്തിനായി പ്രതിഷ്ഠിതമായ 4 അംബികമാരിൽ ഒന്നാണ് മൂകാംബികാ ദേവി. ബാലാംബിക, ഹേമാംബിക, ലോകാംബിക, മൂകാംബിക എന്നിങ്ങനെയാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 4 അംബികമാരുടെ നാമങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരകയായ ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്ന ശ്രീ മൂകാംബികാ ദേവിയുടെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രജപത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ മൂകാംബികാ ദേവിയുടെ ഈ മന്ത്രം നിത്യവും നിങ്ങൾ 21 തവണ രാവിലെ ജപിച്ചാൽ മാത്രം മതി. ദാരിദ്ര്യ ദുഃഖങ്ങൾ, വിദ്യാ തടസ്സം, ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ നിത്യവും ദേവിയെ ഭജിച്ചാൽ മതിയാകും. ആദ്യ പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാസരസ്വതി, മഹാലക്ഷ്മി എന്നീ 3 ഭാവങ്ങളുടെയും സമന്വയമാണ് മൂകാംബികാ ദേവി. മനുഷ്യനെ സൽപ്രവൃത്തിയിലേക്ക് നയിക്കുകയും അവരുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമായും ദേവിയുടെ ഈ 3 പ്രധാനപ്പെട്ട ഭാവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഭക്തർ ഏത് ഭാവത്തിലാണോ ദേവിയെ വണങ്ങുന്നത് ആ ഭാവത്തിൽ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് മൂകാംബികയിൽ പോയി ദേവിയെ ഒന്ന് തൊഴുത് അനുഗ്രഹം മേടിക്കാൻ എല്ലാവർക്കും പൊതുവെ സാധിക്കണമെന്നില്ല. ഒരു പക്ഷേ പോകുവാൻ സാധിച്ചില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കാതെ നമ്മൾ നിത്യവും സദാസമയവും മൂകാംബികാ ദേവിയെക്കുറിച്ചുള്ള മന്ത്രങ്ങൾ ജപിക്കുകയോ നമ്മൾ ഏത് കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും ദേവിയെ മനസ്സിൽ ധ്യാനിക്കുകയും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ ദേവിയെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ദേവി നമ്മോടൊപ്പം തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ കഷ്ടപ്പാടുകളെയെല്ലാം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ദുർഗതി നാശിനി എന്നും ദേവിയെ വിളിക്കാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് കഷ്ടപ്പാടാണെങ്കിലും എന്താണെന്നും ഏതാണെന്നും ഒന്നും തന്നെ പറയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്നു മുതലാണോ ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, നിങ്ങൾ എന്നു മുതൽക്കാണോ ദേവിക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം പൂർണ്ണമായി മാറിക്കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക. സാമ്പത്തിക ഉന്നമനത്തിനും കച്ചവട പുരോഗതിക്കും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ മൂകാംബികാ ദേവിയുടെ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. രാവിലെയാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും വൈകുന്നേരമാണ് ജപിക്കുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഈ മന്ത്രം നോക്കി വായിക്കരുത്. അതായത് പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഈ മന്ത്രം നോക്കി വായിക്കരുത്. പകരം ഈ മന്ത്രം മനസ്സിരുത്തി പഠിച്ച് കാണാതെ വേണം ഈ മന്ത്രം ചൊല്ലുവാൻ. അതായത് മനസ്സ് ഏകാന്തമാക്കി ദേവിയെ മനസ്സിൽ വിചാരിച്ച് കണ്ണുകളടച്ച് വളരെ വിശ്വാസത്തോടെ വേണം അമ്മയുടെ മന്ത്രം ജപിക്കാൻ. ഒരു ദിവസം കഴിവതും 21 തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. ഈ മന്ത്രം 41 തവണയോ 108 തവണയോ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ജപിക്കുന്നത് അതിശ്രേഷ്ഠം തന്നെയാണ്. മന്ത്രജപത്തിനായി തുളസിമാലയോ ചന്ദനമാലയോ എണ്ണം മനസ്സിലാകുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വളരെ ശുദ്ധിയോടുകൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ. വെറും നിലത്തിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കരുത്. ആയിലോ മരപ്പലകയിലോ ഇരുന്നു കൊണ്ട് വേണം ഏതൊരു മന്ത്രവും ജപിക്കാൻ. ദീപം തെളിയിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. മന്ത്രം ജപിക്കുമ്പോൾ വളരെ വിശ്വാസത്തോടും ഭക്തിയോടും മന്ത്രം ജപിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പീരീഡ് സമയത്തോ പുലവാലായ്മ സമയങ്ങളിലോ ഒരു കാരണവശാലും ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് ആദ്യം ആ ആഗ്രഹം മനസ്സിൽ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി ദേവിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ പോലും വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദീപത്തെ ദേവിയായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ജോലി തടസ്സം അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലെ സർവ്വ ഐശ്വര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്തു തന്നെയായാലും മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച് മൂകാംബികാ ദേവിയോട് പ്രാർത്ഥിക്കുക. ദിവസവും 21 തവണയെങ്കിലും തുടർച്ചയായി ഈ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്.
51 ദിവസമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഈ മന്ത്രം ജപിക്കാൻ ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. 21 ദിവസം ജപിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിയും. ആ ഒരു 21 ദിവസത്തിനിടയിൽ പീരീഡ്സ് ആയാൽ ആ 7 ദിവസങ്ങൾ വിട്ടതിനു ശേഷം ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഇനി ഈ മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം. വളരെ ശക്തിയാർന്ന മന്ത്രമാണിത്. ദേവിയുടെ വളരെ സൂക്ഷ്മവും രഹസ്യവുമായ മന്ത്രജപമാണ് പറയാൻ പോകുന്നത്. മന്ത്രം ഇതാണ്: ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഈ മന്ത്രമാണ് നമ്മൾ 21 തവണ നിത്യവും ജപിക്കേണ്ടത്. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ദീപം തെളിയിച്ച് ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ജീവിതത്തിൽ ഇതുവരെ മൂകാംബികാ ദേവിയുടെ ദർശനം ലഭിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ അമ്മയായ മൂകാംബികാ ദേവി ദർശന പുണ്യം തന്ന് അമ്മ അനുഗ്രഹിക്കുന്നതായിരിക്കും. ദേവിയിൽ മനസ്സർപ്പിച്ച് വിശ്വസിച്ച് ആരൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നുവോ മഹാമായ നമ്മളിൽ അനുഗ്രഹം വാരിക്കോരി തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും തന്നെ അമ്മ മൂകാംബികാ ദേവിയുടെ ഈ മന്ത്രം ഭക്തിയോടെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ എല്ലാ വിഷമതകളും അമ്മ മാറ്റിത്തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.